നമ്മൾ ഈ അടുത്ത ദിവസം ഒരു സിനിമ കണ്ടു. ആ സിനിമയുടെ പേരാണ് കണ്ണപ്പ. കണ്ണപ്പ കണ്ണപ്പ എന്ന സിനിമയാണ് നമ്മൾ കണ്ടത്. പുത്തൻ സിനിമയാണ്, വലിയ ബഡ്ജറ്റിൽ ഇറക്കിയ സിനിമയാണ്. അപ്പോൾ അതൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണേണ്ട സിനിമ തന്നെയാണിതെന്ന് നമുക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടായി. കാരണം അത്യപൂർവമായിട്ടുള്ള സൃഷ്ടി, വളരെ വളരെ മികച്ച അഭിപ്രായങ്ങൾ തരുന്ന ഒരു സിനിമ അല്ല ഇത് വളരെ ബോറൻ സാധനം. എന്താ പറയുക, ഒരു പൊട്ട സാധനം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കണ പോലെയുള്ള ഒരു സിനിമ. അതാണ് കണ്ണപ്പ. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന മനുഷ്യനെ എല്ലാവരും നല്ലതുപോലെ കളിയാക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത്ര തരം താഴ്ന്ന ഒരു സംവിധായകനൊന്നല്ല. 2013 മഹാഭാരത് എന്ന TV സീരീസ് എടുത്തൊരു മനുഷ്യനാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഭക്തചഞ്ചലമായിട്ടുള്ള ഓരോരോ സാദൃശ്യം, ഒരു സ്പർശം ഈ സിനിമയ്ക്ക് വന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുകേഷ് സിംഗ് എന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്ത സംവിധായകന്റെ പേര്. മുകേഷ് അണ്ണ അങ്ങ് ഒന്ന് കുറച്ചും കൂടി സംവിധാനം എന്താണെന്ന് പഠിച്ചിട്ട് ഇനി സിനിമ എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലതുപോലെ നമ്മളെ വെറുപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈ ചിത്രം. ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ നായകനായിട്ടുള്ള വിഷ്ണു മഞ്ജു ആണ്. തിരക്കഥ വിഷ്ണു മഞ്ജു തിരക്കഥ എന്താണെന്നും കൂടി പഠിക്കേണ്ടത് നന്നായിരിക്കും. ഒരു സിനിമയ്ക്ക് തിരക്കഥ അതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള അതിൻ്റെ എന്താ പറയുക പ്രാണവായു പോലുള്ളൊരു സംഭവമാണ് ഒരു സിനിമയുടെ തിരക്കഥ എന്ന് പറയുന്നത്. പക്ഷെ ഈ സിനിമക്ക് തിരക്കഥ എന്ന് പറഞ്ഞ സംഭവം ഒരു എന്താ പറയണേ, ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ചോദിച്ചില്ല, ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ചോദിച്ചില്ല. ആ ഒരു അവസ്ഥയാണ് ഈ സിനിമയുടെ തിരക്കഥ. പിന്നെ ഈ ചിത്രത്തിൽ ഒരുപാട് നടന്മാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മികച്ച നടന്മാരെ. ഓരോരോ സീനുകളിലൊക്കെ നമ്മൾ കണ്ടാൽ കോരിത്തെരിച്ചു പോകുന്ന നമ്മുടെ ഇതിഹാസമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്താൻ പറ്റിയ താരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരാളാണ് നമ്മുടെ മോഹൻലാൽ, പിന്നെ പ്രഭാസ്, അക്ഷയ് കുമാർ, ശരത് കുമാർ, പിന്നെ നടിയാണെങ്കിൽ വിധുബാല, കാജൽ അഗർവാൾ, പിന്നെ നമ്മുടെ ഐശ്വര്യ, നരസിംഹത്തിലൊക്കെ അഭിനയിച്ച ഐശ്വര്യ. അങ്ങനെ മികച്ച താരങ്ങളെയൊക്കെ അണിനിരത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്ന് ഈ സിനിമ കാണുമ്പോൾ തോന്നും. ആ താരങ്ങൾക്കൊക്കെ കൊടുത്ത പൈസ ഉണ്ടെങ്കിൽ വേറെ ചെറിയ ഏതെങ്കിലും താരങ്ങളെ വെച്ച് അഭിനയിപ്പിച്ചാൽ മതി. ഇപ്പം ഈ സിനിമയ്ക്ക് 200 കോടി ബഡ്ജറ്റാണ് ഇവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ അക്ഷയ് കുമാറിനൊക്കെ നല്ല പൈസ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച വിധുബാലയ്ക്ക്, ഐശ്വര്യക്ക്, അതുപോലെ ശരത് കുമാറിനൊക്കെ നല്ലതുപോലെ പൈസ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ പൈസ ഒക്കെ വേറെ സാധാരണ ഒരു നടന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ സിനിമ ഇത്ര വേദനിപ്പിക്കുന്ന തരത്തിൽ പൊട്ടുമ്പോൾ ഉണ്ടല്ല, നമുക്കത് ഫീൽ ചെയ്യില്ല. ഇതിപ്പോൾ നല്ലതുപോലെ ഫീൽ ചെയ്യുന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അഭിനയിച്ച നമ്മുടെ മോഹൻലാലും പ്രഭാസൊക്കെ പൈസ മേടിക്കാതെയാണ് അഭിനയിച്ചതെന്ന് പറയുന്നു. എന്തോ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. സത്യമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഉണ്ടല്ലോ, ഈ സിനിമയുടെ കഥ പറച്ചലിൻ്റെ രീതി തന്നെ വളരെ ബോറായിരുന്നു. അത് പറയേണ്ടതാണ്. കഥാപാത്രങ്ങളാണെങ്കിൽ ഓവറായിട്ടാണ് അഭിനയിക്കുന്നത്. ഓരോരോ സീനുകളിൽ വിധുബാലയൊക്കെ അഭിനയിക്കുന്ന കാണണം. പന്നക എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമാണ് വിധുബാല ചെയ്യുന്നത്. ഈ വെറുപ്പിക്കലിൻ്റെ അങ്ങേ അറ്റമാണ്. നമുക്ക് നല്ലതുപോലെ കോമഡി ആയിട്ട് തോന്നിയാണ്, വെറുപ്പിക്കലായിട്ട് ഓരോ ചപ്പളാങ്കട്ട അഭിനയമാണ് ഈ വിധുബാലയൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഐശ്വര്യ, നരസിംഹത്തിലെ ഐശ്വര്യ ഒക്കെ കോമഡി, നമുക്ക് ഭ്രാന്ത്, കല്ലുണ്ടെങ്കിൽ കല്ല് വലിച്ചെറിയാൻ തോന്നും മറ്റേ സ്ക്രീനിലേക്ക്. അതുപോലത്തെ അഭിനയം. പിന്നെ കുറച്ച് ഇത്രയും കൂടി ഒരു ഭേദമായിട്ട് നമുക്ക് തോന്നിയത് മോഹൻലാലിൻ്റെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നിൽപ്പൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ ബോറാണ് കേട്ടോ. വളരെ ചളി സാധനമാണ് അത്. പക്ഷെ അദ്ദേഹം വരുന്നു പോകുന്നു, അത്ര നമ്മളെ അങ്ങോട്ട് വിഷമിപ്പിക്കാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്ത് അദ്ദേഹം പോയി. പ്രഭാസും വരുന്നുണ്ട് കുറച്ച് സമയത്തേക്ക്. പക്ഷെ പ്രഭാസ് ഈ പറഞ്ഞ പോലെ ഉപദേശമായിട്ടുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ചെങ്കിലും വെറുപ്പിച്ചു പോകുന്നുണ്ട്. പിന്നെ അക്ഷയ് കുമാർ ശിവനാണ്. സത്യം പറയാലോ, ഈ ശിവമയത്തിലുള്ള ശിവഭക്തനായിട്ടുള്ള കണ്ണപ്പയുടെ കഥയാണ് സിനിമ പറയുന്നതെങ്കിലും ഇതിലെ ശിവനായിട്ട് അക്ഷയ് കുമാറിനെ ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന് ചേരില്ല വേഷം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അദ്ദേഹത്തിന് പറ്റില്ല. ഈ ഓം നമ ശിവായ എന്ന് പറഞ്ഞ TV സീരിയലില്ല, അതിലെ ശിവനൊക്കെയാണ് കറക്റ്റ് ശിവൻ. അടിപൊളിയാണ്, അങ്ങനെ സൂപ്പറാണ്. അതൊക്കെയാണ് ശിവൻ. ഈ അക്ഷയ് കുമാറൊക്കെ വന്നിരിക്കുമ്പോൾ എന്തോ ഒരു ശിവഭഗവാനെ കളിയാക്കണ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇത് ശിവഭക്തന്മാർക്ക് തന്നെ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ശിവഭക്തിയുടെ ഒരു അപാരത തന്നെ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് സിനിമ കാണുമ്പോൾ അത് നമുക്ക് കിട്ടില്ല. അതേപോലെ രീതിയിലാണ് ഇവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ദൂരദർശൻ്റെ ഒക്കെ സമയമുണ്ടല്ലോ, 90 കാലഘട്ടം,
ആ കാലഘട്ടത്തിൽ ഇറക്കേണ്ട ഒരു സിനിമയാണെന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. കാരണം ഈ 2025 സിനിമ ഫാസ്റ്റായിട്ട് പോകുമ്പോൾ സിനിമയുടെ മൂവ്മെൻറ്റും സിനിമയുടെ സീനുകളൊക്കെ കൃത്യതയോടുകൂടി അവതരിപ്പിച്ച് ഓരോ സംവിധായകരും മികവുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്താണ് ഇവർ ഈ തരത്തിലുള്ള പഴയ സാധനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. അത് വളരെ ബോറായിപ്പോയി. അതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ തിരക്കഥയുടെ പോരായ്മയാണ്. പിന്നെ സംവിധാനത്തിന് നല്ലതുപോലെ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. ഈ മുകേഷ് സിംഗ് വമ്പൻ സാധനങ്ങളൊക്കെ പണ്ട് TV സീരിയലുകളുടെ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിഷ്ണു മഞ്ജു ഒക്കെ വിശ്വസിച്ചിരിക്കാം. അദ്ദേഹം ഇങ്ങനെ പുരാണപരമായിട്ടുള്ള ഭക്തമായിട്ടുള്ള TV സീരിയലൊക്കെ എടുത്ത് മാസാക്കി മാറ്റിയൊരു താരമാണല്ലോ, അങ്ങനെ ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ അദ്ദേഹം ഈ സിനിമ കിട്ടുവാക്കും എന്നോ അവർക്കൊരു ചിന്ത ഉണ്ടാകുമായിരിക്കും. പക്ഷേ ഇതിൽ അഭിനയിച്ച താരങ്ങളുടെ അഭിനയം വളരെ മോശം എന്ന് പറഞ്ഞാൽ പിന്നെ കോസ്റ്റ്യൂംസ് അത് പറയണം. മോഹൻലാലിൻ്റെ ഒക്കെ കോസ്റ്റ്യൂംസ് കാണുമ്പോൾ നമുക്ക് ഒരു കോമാളി ലുക്കാക്കി വെച്ചേക്കാണ്. ഇത് ഇവിടെ അവിടേക്ക് ഇങ്ങനെ വരച്ചിട്ട് അയ്യയ്യ വളരെ ബോറ്. കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ ബോറായിട്ടാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ VFX ഒക്കെ ചെയ്ത ആൾക്കാർ ആദ്യമായിട്ട് പഠിച്ച് വന്നിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ഒന്നും അറിയാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് ചെറിയ പിള്ളേർക്ക് വരെ നമുക്ക് AI കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വമ്പൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഈ സിനിമയിലൊക്കെ വളരെ ബോറാക്കി. ശിവമയത്തിൽ പറയുന്നൊരു കഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പേര് കാണാനുണ്ടാവും. പാട്ടും നല്ല അടിപൊളി BGM ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് ഒരു വല്ലാത്തൊരു ഫീല് കടന്നു വരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സിനിമയുടെ ഒരു വിജയമായിട്ട് തന്നെ മാറും. പക്ഷെ അതൊന്നും ഇവർക്കും അത് നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല. ഇവരെന്തോ ഒരു കോമഡി സ്കിറ്റ് കാണുന്ന പോലെയാണ് സെക്കൻഡ് ഹാഫിലൊക്കെ ഇവർ സ്ക്രീനിൽ ഓരോ ഡയലോഗുകൾ സീരിയസ് ആയിട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. നല്ലതുപോലെ ആളുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് സീറ്റിലിരുന്ന് ചിരിക്കുകയും അതുപോലെ തന്നെ അവർ പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കമൻറ്റുകൾ പറയുകയും കണ്ണപ്പ എന്നുള്ള പേര് മാറ്റി അക്ഷരം മാറ്റി അങ്ങോട്ട് വിളിക്കുന്നതൊക്കെ ഉണ്ട്. അതുപോലത്തെ ഒരു തറ സിനിമയാക്കി കളഞ്ഞിരിക്കുന്നു. പിന്നെ ഈ വേറൊരു സംഭവം ഉണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദിയിൽ നിന്ന് അക്ഷയ് കുമാറിനെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ പ്രഭാസിനെ തെലുങ്കിൽ നിന്ന് കൊണ്ടുവന്നു, മലയാളത്തിൽ നിന്ന് മോഹൻലാലെ കൊണ്ടുവന്നു, വിധുബാലനെ കൊണ്ടുവന്നു, ഐശ്വര്യനെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള താരങ്ങളൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഗുട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടുകളിൽ നിന്നൊക്കെ ഇപ്പോൾ തെലുങ്കിൽ നിന്നായാലും മലയാളത്തിൽ നിന്നായാലും നല്ലതുപോലെ ജനങ്ങൾ വന്ന് ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുമെന്നൊരു ധാരണയായിരുന്നു ഇവർക്ക് ഉണ്ടായത്. പക്ഷെ ഒരു സിനിമ നന്നാവണമെങ്കിൽ ആ സിനിമയുടെ തിരക്കഥയും അതിൻ്റെ മേക്കിങ്ങും ഒക്കെ നന്നാവണം, എന്നാൽ ആ സിനിമ വിജയിക്കുള്ളൂ. അല്ലാതെ വിദേശ നാടുകളിലൊക്കെ പോയാണ് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വിദേശ നാടുകളിൽ പോയി ഷൂട്ട് ചെയ്തിട്ട് എന്താ കാര്യം ഉണ്ടായോ? ഒരു കാര്യവും വിജയിച്ചില്ല. ആന്ധ്രയിലുള്ള കാളഹസ്തി എന്ന ക്ഷേത്രത്തിനെ ബന്ധപ്പെട്ട് പറയുന്നൊരു കഥയാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, അയർലൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. അപ്പൊ ആ ഒരു എന്താ പറയണ, ഇവർ ഈ കഥയോട് പൂർണ്ണമായി നീതി പുലർത്തിയിട്ടില്ല. അതാണ് ഈ പരാജയത്തിന്റെ ഒക്കെ മെയിൻ കാരണമായിട്ട് നമുക്ക് തോന്നുന്നത്. പിന്നെ നിർമ്മാതാവിന് നല്ലതുപോലെ പണി കൊടുക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള അണിയറ പ്രവർത്തകരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സൈഡ് റോളിൽ നിന്ന് അഭിനയിക്കുന്നവരാണെങ്കിലും യുദ്ധത്തിന് വരുന്നവരാണെങ്കിലും വാൾപ്പേറ്റ് സീനൊക്കെ ആണെങ്കിലും വളരെ ശോകം, വളരെ മോശം എന്ന് പറഞ്ഞ മോശം. നല്ല VFXും നല്ല ഗ്രാഫിക്സൊക്കെ ഉള്ള കാലത്താണ് ഇവരിങ്ങനെ ഒന്നും അറിയാൻ പാടില്ലാത്ത രീതിയിൽ സിനിമ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി ഒപ്പിച്ചിരിക്കുന്നത്. ബാഹുബലിയിലെ ചില സീനുകളൊക്കെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇത് അവിടെ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ തോന്നും. ഇതിലെ നായിക പ്രീതി മുകുന്ദനാണ്. പ്രീതിയുടെ ഓം ബി ബുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന് ശേഷമാണ് പ്രീതി ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പ്രീതി നല്ലതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പ്രീതിയുടെ ചില വേഷഭൂഷാദികളൊക്കെ കാണുമ്പോൾ നമുക്ക് അതൊന്നും ഈ സിനിമക്ക് ആവശ്യമില്ലായിരുന്നു, വെറുതെ കെട്ടി ഒക്കെ വെച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ചിത്രത്തിൽ ആദ്യം തന്നെ ഇവർ തീരുമാനിച്ചിരുന്നത് നയൻതാരേനാണ് പാർവതിയായിട്ട്. പക്ഷെ അത് നടക്കാതെ പോയി. അത് കാരണം നയൻതാര ഇതിൽ നിന്ന് അല്പം ഒന്ന് രക്ഷപ്പെട്ടു. അതിന് പകരം കാജൽ അഗർവാൾ വന്നു. കാജൽ അഗർവാൾ വന്നിട്ടും രക്ഷയുണ്ടായില്ല. ആര് വന്നിട്ടും രക്ഷയില്ലാത്തൊരവസ്ഥയിലൂടെയാണ് കണ്ണപ്പയുടെ പോക്ക്. ആദ്യമൊക്കെ നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ സിനിമ കാണുമ്പോൾ നമ്മൾ എന്തൊരു ദുരന്തോടാ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് തോന്നുമെങ്കിലും സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ നമുക്കത് കോമഡി ആയിട്ട് ഇത് എങ്ങനെയും ഒന്ന് കഴിഞ്ഞാൽ മതി, എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒപ്പിക്കട്ടെ എന്ന് പറഞ്ഞ തരത്തിൽ നിന്ന് കാണുമ്പോൾ ഫുൾ കോമഡി ആയിട്ട് പിന്നെ എല്ലാ സീനുകളും നമുക്ക് തോന്നും. അതായത് കുറെ ചിരിക്കാനുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് സിനിമ നമ്മൾ എത്തിക്കുകയാണ്. അപ്പോൾ വേറൊരു കോമഡി സ്കിറ്റ് കാണുന്നതിനേക്കാളും കൂടുതൽ ചിരിക്കാനുള്ള ഐറ്റംസ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവും. കാരണം എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്ന ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമ ഫുൾ കോമഡി ആയിട്ട് നമുക്കത് കാണുകയുള്ളൂ, നമുക്കത് ഫീൽ ചെയ്യുകയുള്ളൂ. ആ തരത്തിലേക്കാണ് സിനിമയുടെ പോക്ക്. അപ്പം അങ്ങനെയാണ് കണ്ണപ്പയുടെ ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് 200 കോടി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണോ എന്നൊരു തോന്നൽ കൂടിയുണ്ട്. കാരണം ധ്യാനിനോട് ഒരു ചോദ്യം ഇതുപോലെ ചോദിച്ചിരുന്നല്ലോ, കള്ളപ്പണം വെളുപ്പിക്കാനാണോ താങ്കൾ സിനിമ എടുക്കുന്നത്, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നത്, സിനിമ പൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം വന്നിരുന്നു.
പക്ഷെ അത് അങ്ങനെയുള്ളൊരു ചോദ്യം വന്നതിന് പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കള്ളപ്പണം കള്ളപ്പണം എന്ന് പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ ചിത്രം ഇറങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയായിരുന്നു. അതുപോലത്തെ പൈസ പോയാലും കുഴപ്പമില്ല, പടം പൊട്ടിയാലും കുഴപ്പമില്ല, ആരെങ്കിലും കണ്ടാലും കുഴപ്പമില്ല. ഇത് ആളുകളെയൊക്കെ നല്ലതുപോലെ ഈ സിനിമയെ വിമർശിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഒരു തിയേറ്ററിൽ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു പടം പോയി കാണണമെങ്കിൽ നല്ലതുപോലെ പൈസ കൊടുക്കണം. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നെങ്കിൽ തന്നെ നല്ല അതിലേറെ പൈസയാണ്. ഒരു പപ്സിനൊക്കെ പുറത്ത് മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസയാണ് തിയേറ്ററിൽ. 50 രൂപ, 60 രൂപ, 70 രൂപ അവർ പറയണ പൈസ കൊടുക്കണം. അപ്പം അതൊക്കെ മേടിച്ചൊക്കെ ഇരുന്ന് ആസ്വദിച്ചൊരു സിനിമ കാണാം എന്ന് കരുതി ഇരിക്കുമ്പോൾ കിട്ടുന്ന പണിയാണ് മുട്ടം പണി. അതേപോലത്തെ ഒരു മുട്ടം പണിയായി മാറിയിരിക്കുകയാണ് കണ്ണപ്പ. വിഷ്ണു മഞ്ജുവിനെയാണ് ഇതിൽ ആദ്യം ചവിട്ടി കൂട്ടേണ്ടത്. അദ്ദേഹം നായകനാക്കായി മാറി, തിരക്കഥയും എഴുതി കുളമാക്കി, അഭിനയമാണെങ്കിൽ അറുബോറ്, ആകെ ഒരു ചപ്ലാങ്കട്ട ചാണാപ്പുളിപ്പടം. അതാണ് കണ്ണപ്പ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.